ഋതിക മാഡം ഒന്നിങ്ങ് വന്നേ. ദേ ആരെ വന്നിരിക്കുന്നത് നോക്കിയേ. മോളെ ചെറിയമ്മേ, അമ്മായി അകത്തേക്ക് വരൂ. ഋതുമോൾക്കും രാജുവിനും ഈ വീട്ടിൽ താമസിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പറഞ്ഞാ മതി. അമ്മായിയെ നല്ലൊരു ഫ്ലാറ്റ് എടുത്തു തരാം. അയ്യോ, ഋതുവും രാജു എന്ന് പറഞ്ഞാ ഞാൻ ഉദ്ദേശിച്ചതേ നിങ്ങളെ എല്ലാവരെയാണ് കേട്ടോ. അതിന്റെ ആവശ്യമൊന്നുമില്ല അമ്മായി, ഞാനിവിടെ ഹാപ്പിയാ. എന്നാ ശരി, ഋതുമോളുടെ ഇഷ്ടം പോലെ. പിന്നെ ഞങ്ങള് വന്നതെന്തിനാണെന്ന് മനസ്സിലായോ? യാമിനി, നീ പറ. ചേച്ചി പറഞ്ഞോളൂ. ഋതുമോളെ, അടുത്ത ദിവസം നിന്റെ ചെറിയച്ഛന്റെയും ചെറിയമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി ആണെന്ന് അറിയാലോ. എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും ചെറിയൊരു ആഘോഷം. ഋതുമോളെ ഫംഗ്ഷന് ക്ഷണിക്കാൻ വന്നതാ ഞങ്ങള്. അച്ഛൻ സമ്മതിച്ചോ? പിന്നെ പ്രതാപൻ സമ്മതിക്കാതെ ഞങ്ങൾ ഇങ്ങോട്ട് വരുവോ? ആദ്യത്തെ ക്ഷണം മോൾക്കാ. ഋതുമോളെ, പ്രതാപേട്ടൻ പ്രത്യേകം പറഞ്ഞു. ഞാൻ പറയാം യാമിനി. പ്രതാപനെ പ്രത്യേകം പറഞ്ഞു ഋതുമോളുടെ ഒപ്പം നാളെ തന്നെ രാജുവും വീട്ടിലെത്തണമെന്ന്. ചേച്ചി, ഫംഗ്ഷനെ നിങ്ങൾ അച്ഛനും അമ്മയും സഹോദരിമാരും ഒക്കെ എത്തണം കേട്ടോ. പിന്നെ ഇവരെ മാത്രം നാളെ തന്നെ അങ്ങോട്ട് അയക്കണേ. അതിനെന്താ മാഡം, സന്തോഷമുള്ള കാര്യമല്ലേ. യാമിനി, വാ നമുക്ക് പോവാം. ഇനി ഒരുപാട് പേരെ ക്ഷണിക്കാനുള്ളതാ. ശരി. ഋതുമോളെ, ഇതായിപ്പോ ഇങ്ങനെ നിന്നാലോ? നിങ്ങൾ ചെറിയമ്മയ്ക്കും മോക്കും നാളെ വീട്ടിൽ വെച്ച് എത്ര വേണോ സംസാരിക്കാലോ. യാമിനി വാ. എങ്കി ശരി, ഞങ്ങൾ ഇറങ്ങുവാണേ. എല്ലാവരും എത്തിയേക്കണം കേട്ടോ. യാത്ര അയക്കാനൊന്നും ഇറങ്ങി വരണ്ട. അങ്ങനെയുള്ള ഫോർമാലിറ്റീസ് ഒന്നും എനിക്കിഷ്ടമല്ല. പോട്ടെ മോളെ. വന്നേ. എന്താ ചേച്ചി ഇത്? എന്താ യാമിനി? ചേച്ചിക്ക് ഓർമ്മയില്ലേ, ഋതുവിനെ മാത്രം ഫംഗ്ഷന് വിളിച്ചാ മതി, രാജുവിനെ വീട്ടിലേക്ക് ക്ഷണിക്കരുത് എന്നല്ലേ പ്രതാപേട്ടൻ പറഞ്ഞത്? അതെ. ചേച്ചിക്ക് അത് അറിയാമായിരുന്നിട്ടും ചേച്ചി എന്തിനാ രാജുവിനെ വീട്ടിലേക്ക് ക്ഷണിച്ചത്? രാജു ഋതുവിനോടൊപ്പം വന്ന അത് വലിയ പ്രശ്നമാവില്ലേ? ചേച്ചി ഇവിടെ നിൽക്ക്, ഞാൻ പോയി രാജുവിനോട് കാര്യം പറഞ്ഞിട്ട് വരാം. യാമിനി, ഒന്നും ആലോചിക്കാതെ ഞാൻ എന്തെങ്കിലും ചെയ്യൂന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? പാവാ കുട്ടികളെ കുഴപ്പത്തിലാക്കാനുള്ള ഉദ്ദേശമല്ലേ? എന്താ? അല്ല, ചേച്ചിയുടെ ഉദ്ദേശം നല്ലതായിരിക്കുന്നു പറഞ്ഞതാ. യാമിനി, ഋതികയെ മാത്രം ക്ഷണിച്ച് രാജുവിനോട് വരണ്ടാന്ന് പറഞ്ഞ അത് മര്യാദയാണോ? രാജു എന്ത് വിചാരിക്കും? അവന്റെ അച്ഛനമ്മമാരെന്ത് വിചാരിക്കും? പ്രതാപനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. നീ ധൈര്യമായിട്ടിരിക്കേ. ശരി ചേച്ചി. എങ്കിൽ നീ വാ. അംബിക മാഡം, ഞാൻ രമ്യയെ ഫോൺ ചെയ്ത് ഇൻവൈറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചതാ.
എന്തായാലും ആള് നേരിട്ട് വന്നല്ലോ. എന്താ മാഡം വിശേഷം? യാമിനിയുടെയും ശേഖരന്റെയും വെഡിങ് ആനിവേഴ്സറിയാ. ആഹാ, ചെറിയൊരു ആഘോഷം. രമ്യയും എത്തിയേക്കണം കേട്ടോ. തീർച്ചയായും. ഉം. യാമിനി മാഡം, അഡ്വാൻസ് വിഷസ്. താങ്ക് യു രമ്യ. ശരി, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി മാഡം. ഉം. ഋതികേ, നിനക്കുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ട്. ഗസ്റ്റുകളൊക്കെ വരുന്ന ഫംഗ്ഷൻ അല്ലേ, അപ്പോ കുറച്ച് ഓർണമെന്റ്സ് എടുത്തേക്കാം. അല്ലെങ്കിൽ അമ്മായി അത് പറഞ്ഞ് വഴക്കുണ്ടാക്കും. ഇതിലെന്റെ വളയും നെക്ലേസ് ഒന്നും ഇല്ലല്ലോ. ദൈവമേ, ഇതെവിടെ പോയി? ഞാൻ എന്ത് ചെയ്യും? മാഡം ഇതുവരെ റെഡി ആയില്ലേ? എന്തു പറ്റി മാഡം? എന്തോ ഒരു ടെൻഷൻ പോലെ. രാജു, അത് അലമാരയിലുണ്ടായിരുന്ന എന്റെ ആഭരണങ്ങളിൽ ചിലത് കാണാനില്ല. കാണാനില്ലെന്നോ? മാഡം എന്താ ഈ പറയുന്നത്? മാഡം നന്നായിട്ട് നോക്കിക്കേ, ആഭരണങ്ങൾക്ക് അലമാരി തന്നെ കാണും. ഇല്ല രാജു, ഞാൻ നോക്കി. എന്റെ നെക്ലേസും പിന്നെ മറ്റു ചില ഓർണമെന്റ്സ് കാണാനില്ല. ദൈവമേ, ഇനി ഏതെങ്കിലും കള്ളന്മാര്? അല്ല, മോഷണമാണെങ്കിൽ കള്ളം മുഴുവൻ സ്വർണ്ണം എടുത്തോണ്ട് പോവില്ലേ? ഇതിപ്പോ അമ്മേ, 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 അമ്മേ. എന്തിനാടാ നീ ഇങ്ങനെ വിളിച്ചു പോകുന്നേ? എന്താ മോനെ, എന്തു പറ്റി? അമ്മേ, ഋതിക മാഡത്തിന്റെ ആഭരണങ്ങൾ ചിലത് കാണാനില്ലെന്ന്. നീ എന്താ രാജു പറയുന്നേ? ഋതിക മോളോട് നന്നായി റൂമിലൊക്കെ നോക്കാൻ പറയും. നോക്കി അമ്മേ, അവിടെ റൂമിലെങ്ങും ഇല്ലെന്ന്. ഋതിക നിന്റെ കൂടെ വന്നതിൽ പിന്നെ റൂം ക്ലീൻ ചെയ്യാൻ ശ്രീലക്ഷ്മി പോലും അവിടെ കേറാറില്ല. ആ പെണ്ണ് ഓർമ്മയില്ലാതെ എവിടെയെങ്കിലും വെച്ചതായിരിക്കും. അത്രയും വിലപിടിപ്പുള്ള ആഭരണങ്ങള് മാഡം ഇത്ര കെയർലെസ് ആയിട്ട് കൈകാര്യം ചെയ്യും? ഇതാരോ മനഃപൂർവ്വം എടുത്തായിട്ടാ എനിക്ക് തോന്നുന്നത്. ഋതിക മാഡത്തെ കുഴപ്പത്തിലാക്കണമെന്ന് മാത്രം ചിന്തിച്ച് നടക്കുന്ന ചിലരെ ഇവിടെ ഉണ്ടല്ലോ. രാജു പറഞ്ഞത് എന്നെ ഉദ്ദേശിച്ചാണോ? ഞാൻ എന്തായാലും പോലീസിനെ വിളിക്കാൻ പോവാ. ആഭരണങ്ങൾ എവിടെ പോയെന്ന് അവര് കണ്ടുപിടിക്കട്ടെ. ആ, വിളിക്ക്. ആരാ പറഞ്ഞ വേണ്ടാന്ന്? രാജു, രാജു, ഐ എം സോറി. ഫംഗ്ഷനുള്ള ആഭരണങ്ങള് ഞാൻ ബാഗിലെടുത്ത് വെച്ചിരുന്നു. ഞാനത് മറന്നുപോയി.
എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. കണ്ടില്ലേ ഇപ്പൊ എന്തായി? പ്രിയേ, നീ പോയി നിന്റെ പണി നോക്ക്. സാരയില്ല മോളെ, മോള് പോയി റെഡിയാവ്, സമയം വൈകുന്നു. ശരി അമ്മ. രാജു, ഒരു 5 മിനിറ്റ്, ഞാനിപ്പോ വരാം. ആ ശരി മാഡം. ഇതെങ്ങനെ സംഭവിച്ചു? എടുത്ത ഓർണമെന്റ്സ് പ്രിയ ചേച്ചി തിരിച്ചു വെച്ചോ? ഓർണമെന്റ്സ് രാജുവിന്റെ വീട്ടിൽ വെച്ച് നഷ്ടമായി എന്ന് പുറത്തറിഞ്ഞ അത് ചിലപ്പോൾ അടുത്ത പ്രശ്നവും. എനിക്കിപ്പോ വീട്ടിലേക്ക് പോകാനാവില്ല. ഓർണമെന്റ്സ് ഇല്ലാതെ വീട്ടിലേക്ക് ചെന്ന അത് അതിലും വലിയ പ്രശ്നമാക്കി മാറ്റും. എന്ത് ചെയ്യും? ഹലോ, ചെട്ടിയാരല്ലേ? ആ അതെ. ഞാൻ ഋതിക വർമ്മയാ, പ്രതാപ വർമ്മയുടെ മകൾ. ആ മാഡം പറയൂ. എനിക്ക് അത്യാവശ്യമായിട്ട് എന്റെ ചില ഓർണമെന്റ്സിന്റെ ഡ്യൂപ്ലിക്കേറ്റ്സ് വേണം. ഒറിജിനൽ ഓർണമെന്റ്സിന്റെ ഫോട്ടോ ഞാൻ അയക്കാം. ആ ശരി മാഡം. മാഡം ഫോട്ടോ അയക്കൂ. താങ്ക് യു. ഓ, അപ്പൊ കഥ അങ്ങനെയാണ്. ആയിക്കോട്ടെ, നീ ധൈര്യമായിട്ട് ഇരിക്കരുതേ. ഞാനിത് അറിയിക്കേണ്ടവർ ഇപ്പൊ തന്നെ അറിയിച്ചോളാം. എങ്കിൽ ഞങ്ങൾ ഇറങ്ങട്ടെ രാധമ്മേ. ശരി, സന്തോഷായിട്ട് പോയിട്ട് വാ മോളെ. വർമ്മസാറിന്റെ പിണക്കൊക്കെ മാറി മോൾ ഇങ്ങോട്ട് തിരികെ വരുമ്പോ ഒപ്പം വർമ്മസാറിനെ കൂട്ടി വേണം വരാൻ. ശരി രാധമ്മേ. ശരിയമ്മേ. ദേ രാജു, ദേവി ഇതെന്റെ ജോലി കളയരുത്. ഋതിക മാഡത്തിന് മാത്രമേ അകത്തേക്ക് അനുവാദമുള്ളൂ. നിന്നെ ഗേറ്റിന് പുറത്ത് നിർത്തണമെന്ന ഓർഡർ. മാഡത്തെ ഡ്രോപ്പ് ചെയ്യാൻ പോലും രാജു അകത്തേക്ക് കയറിയെന്നറിഞ്ഞാ എനിക്ക് പ്രോബ്ലം ആവും. താൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ക്ഷണം ഉള്ളതുകൊണ്ടാ ഞാൻ ഋതിക മാഡത്തിനൊപ്പം വന്ന. ക്ഷണമോ? ആരുടെ ക്ഷണം? ദേ, വിസിറ്റേഴ്സ് ആൻഡ് ഗസ്റ്റ് ലിസ്റ്റിൽ രാജുവിന്റെ പേരില്ല. അതെന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയതായിരിക്കും. സംശയം ഉണ്ടെങ്കിൽ താൻ യാമിനി ചെറിയമ്മയോട് ചോദിച്ചു നോക്ക്. രാജുവിന്റെ അച്ഛനും ക്ഷണമുണ്ട്. ഇവിടെ ഇപ്പൊ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ദീപക് സാറാണ്. ഒരു കാരണവശാലും ഗേറ്റിനുള്ളിലേക്ക് അനുവദിക്കാൻ പാടില്ലാത്തവരുടെ ലിസ്റ്റിൽ ആദ്യത്തെ പേര് രാജുവിന്റെ. രാജുവിന് അകത്തേക്ക് വിടുന്ന പ്രശ്നമില്ല. ഋതിക മാഡം, സാരമില്ല. മാഡം അകത്തേക്ക് ചെല്ല്. ചെല്ല് മാഡം. എന്താ അവിടെ? ഇവനെന്താ ഇവിടെ? അകത്തേക്ക് കയറ്റി വിടണം, ക്ഷണം ഉണ്ടെന്ന് പറഞ്ഞു ഇവിടെ ബഹളമായിരുന്നു സാർ. ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നിന്നെ ആരാടാ ഇവിടേക്ക് ക്ഷണിച്ചത്? അല്ല, എന്ത് ധൈര്യത്തിലാണ് നീ ഇവിടേക്ക് വന്നത്? എന്താ പ്രതാപ? എന്താ പ്രശ്നം? ചേച്ചി പറഞ്ഞതുകൊണ്ട് മാത്രമാ ഇവിടെ ഞാൻ ഇവിടേക്ക് വരാൻ അനുവദിച്ചത്. എന്നിട്ടിപ്പോ കണ്ടില്ലേ, കൂടെ അവനും വലിഞ്ഞു കയറി വന്നിരിക്കുക. പ്രതാപ, നീ എന്നോട് ക്ഷമിക്കണം. രാജുവിനോട് ഋതുമോളോടൊപ്പം ഇവിടെ വരണമെന്ന് പറഞ്ഞത് ഞാൻ തന്നെയാ. എന്തിന്? ഋതുമോളോടൊപ്പം രാജുവും വന്നാലല്ലേ പ്രതാപ മറ്റുള്ളവർക്ക് അത്. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ഇവനോട് തിരികെ പോകാൻ പറയും. ഇവനെ വീണ്ടും എന്റെ വീട്ടിൽ കയറാൻ അനുവദിച്ചിട്ട് എനിക്ക് എന്റെ ഇമേജ് തിരിച്ചു പിടിക്കണ്ട. പ്രതാപ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്.
വേണ്ട അമ്മായി. ഇഷ്ടമല്ലാത്ത കാര്യത്തിന് അച്ഛനെ നിർബന്ധിക്കണ്ട. അച്ഛൻ ഞങ്ങളെ വീട്ടിലേക്ക് ക്ഷണിച്ചെന്നറിഞ്ഞപ്പോ എന്നെക്കാൾ ഏറെ സന്തോഷിച്ചത് രാജുവാ. അച്ഛനെ കൊണ്ട് നിർബന്ധിച്ച എന്നെ ക്ഷണിക്കാൻ സമ്മതം വാങ്ങിയതെന്ന് എനിക്ക് മനസ്സിലായി. അതിന് നിങ്ങളോട് എനിക്ക് നന്ദിയുണ്ട്. രാജു എന്റെ ഭർത്താവാ. എന്റെ ഭർത്താവിന് കയറാൻ അനുവാദമില്ലാത്തടത്ത് ഞാനും കയറുന്നില്ല. ഞങ്ങൾ ഇറങ്ങുന്നു. ചേച്ചി 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 നിക്ക് ചേച്ചി, പോവല്ലേ. മോള് വിഷമിക്കണ്ട. മോൾക്ക് ചേച്ചി കാണണം തോന്നുമ്പോ വിളിച്ചാ മതി. ചേച്ചി മോളെ സ്കൂളിൽ വന്ന് കാണും. വേണ്ട ചേച്ചി, ഇവിടെ ഫംഗ്ഷൻ എന്റെ കൂടെ വേണം, അല്ലെങ്കിൽ എനിക്ക് വിഷമമാവും. അപ്പു അമ്മേ ദേ ഒന്ന് പറയമ്മേ. അപ്പോ എന്താ ഇത്? വെല്ലിച്ച പ്ലീസ് വെല്ലിച്ച, ഋതു ചേച്ചിയോട് പോലെന്ന് പറ വെല്ലിച്ച. പ്രതാപ, ഞാൻ എന്തെങ്കിലും ചെയ്താ അതിന്റെ പിന്നിൽ നിനക്കുള്ള നന്മയായിരിക്കുമെന്ന് നിനക്ക് വിശ്വാസമില്ലേ? നിന്റെ മനസ്സിലെ ദേഷ്യം മാറ്റിവെച്ച് ചിന്തിച്ചാലേ നിനക്കത് മനസ്സിലാവും. നാളെ നല്ലൊരു ദിവസമായിട്ട് അപ്പുവിനെ വിഷമിപ്പിക്കണ്ട. എല്ലാം നല്ലതിനാണെന്ന് കരുതി നീ ഒന്ന് കണ്ണടയ്ക്ക്. നിങ്ങൾ എല്ലാവരും കൂടെ എന്താണെന്ന് വെച്ചാൽ ചെയ്യും. ഋതു ചേച്ചി വെല്ലിച്ച സമ്മതിച്ചു. രാജു, സോറി രാജു. ഏട്ടന്റെ മുൻകോപം അറിയാലോ നിനക്ക്. അകത്തേക്ക് വാ. ചെല്ലെ, അവനൊന്നും പറയില്ല, ഞാൻ നോക്കിക്കോളാം. വാ. മോളെ വാ. എന്റെ അമ്മേ, എന്റെ നെഞ്ചെടുപ്പ് ഇപ്പോഴും മാറിയിട്ടില്ല. വെല്ലിച്ചും വലിയ പ്രശ്നം ഉണ്ടാക്കുമെന്നാ ഞാൻ വിചാരിച്ചത്. എന്നാലും ഈ അമ്മായിക്ക് ഇതെന്ത് പറ്റി? ഋതു ചേച്ചി സൂക്ഷിച്ചോണേ. അമ്മായി ഇങ്ങനെ രാജു ചേട്ടനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണമെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും തക്കതായ കാരണം ഉണ്ടാവും. അപ്പു ഇതെന്താ എന്റെ റൂം ഇങ്ങനെ പൂട്ടിയിട്ടിരിക്കുന്നെ? ചേച്ചി അത് എന്താ അപ്പു, എന്താ ഉണ്ടായേ? ചേച്ചി ഇവിടെ നിന്നും രാജു ചേട്ടനോടൊപ്പം പോയതിനു ശേഷം വെല്ലിച്ചൻ ചേച്ചി ഒരു മിനിറ്റ്, ഞാൻ പോയി റൂമിന്റെ കീ എടുത്തിട്ട് വരാം. വെറുതെ ഒരു ഫോർമാലിറ്റിക്ക് എല്ലാരും നിർബന്ധിച്ചപ്പോ അച്ഛൻ എന്നെയും ഫംഗ്ഷന് വിളിക്കാൻ സമ്മതിച്ചു. അത്രേ ഉള്ളൂ അല്ലേ രാജു? എങ്ങനെയാണെങ്കിലും ഋതിക മാഡം വരാൻ പാടില്ലെന്ന് വർമ്മ സാർ അവസാന വാക്കൊന്നും പറഞ്ഞില്ലല്ലോ. എത്ര ദേഷ്യമുണ്ടെങ്കിലും വർമ്മ സാറിന്റെ മനസ്സിന്റെ ഒരു കോണില് ഋതിക മാഡത്തിനോട് സ്നേഹമുണ്ടെന്നല്ലേ അതിന്റെ അർത്ഥം? കേൾക്കാൻ നല്ല സുഖമുണ്ട് രാജു, പക്ഷെ അത് സത്യമില്ലെന്നറിയാം. ഋതു ചേച്ചി, ദാ ചേച്ചി കീ. റൂം ഇത്തിരി അലങ്കോലപ്പെട്ട് കിടപ്പുണ്ടാവും കേട്ടോ. പിന്നെ ഞാനിപ്പോ വരാം. അമ്മ കിച്ചണിലേക്ക് ചെല്ലാൻ പറഞ്ഞു.
രാജു ഇവിടെ ഇരിക്കേ. ഏയ് വേണ്ട രതിക മാഡം, ഞാനേ ഈ റൂം ഒന്ന് വൃത്തിയാക്കട്ടെ. നിക്ക്. എന്താ രാജു കാണിക്കുന്നേ? എന്താ മാഡം, എന്തു പറ്റി? രാജു ഇപ്പൊ ഇവിടെ എല്ലാവരുടെ മുന്നിൽ എന്റെ ഭർത്താവ്, അല്ലാതെ ഈ വീട്ടിലെ ജോലിക്കാരനോ അച്ഛന്റെ സ്റ്റാഫോ ഒന്നുമല്ല. പിന്നെ ഒന്ന് ചുമ്മാ ഇരിക്കും മാഡം. ഇങ്ങോട്ട് ഇപ്പൊ ആര് വരാനാ? ഈ രാജു ആദ്യം ഈ മാഡം മാഡം എന്നുള്ള വിളി ഒന്ന് നിർത്ത്. ഇവിടെ ഉള്ളപ്പോ രാജു എന്നെ ഋതി എന്ന പേര് വിളിച്ചാ മതി. രതിക മാഡത്തെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് പേര് വിളിക്കാനോ? അത് പറ്റില്ല. എന്റെ പൊന്ന് രാജു, അമ്മയും ദീപക്കും ഒക്കെ എന്തെങ്കിലും കിട്ടുമെന്നറിയാൻ നമ്മുടെ പിന്നാലെ നടക്കുവോ? രാജു എന്നെ മാഡം മാഡം എന്ന് വിളിക്കുന്നത് എങ്ങാനും കേട്ടാലേ അവർക്ക് എന്തെങ്കിലും സംശയം തോന്നിയാ പിന്നെ തീർന്നൊന്ന് കൂട്ടിയാ മതി. രാജു എന്നെ പേര് വിളിച്ചാ മതി. ന്യൂജൻ ഭാര്യ ഭർത്താക്കന്മാര് പരസ്പരം പേരാ വിളിക്കാറ്. അതിന് നമ്മള് ഭാര്യ ഭർത്താക്കന്മാരല്ലോ. ചേച്ചി